കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിനിടയിൽ ഒരു കുട്ടി പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്നത് അവരയക്കുന്ന ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് മെസ്സേജസ് ആണ്. ഇപ്പം എനിക്കത് കിട്ടാണ്ട് വരുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ടയേർഡ്നെസ് എന്നൊക്കെ. സമ്മൺ സ്റ്റോപ്ഡ് സീയിങ് ഗുഡ് നൈറ്റ് ആൻഡ് ഐ സ്റ്റോപ്ഡ് സ്ലീപ്പിംഗ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം, ഇവിടെ എന്താ ഇത്ര വലിയ കാര്യം? പക്ഷേ നമ്മുടെ നെർവസ് സിസ്റ്റം അങ്ങനെയല്ല കരുതുന്നത്. ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ളൊരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ, ചില ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ സ്നേഹം ഹാർട്ട് ബ്രേക്കും മാത്രമല്ല പിന്നിൽ നടക്കുന്നത്. നെർവസ് സിസ്റ്റത്തിൽ ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷനും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, അറ്റാച്ച്മെൻറ്റ് റപ്ചർ. ഇമോഷണൽ കൺസിസ്റ്റൻസി, നമ്മളൊരു സേഫ് ഫീല് ആണ് നമ്മുടെ ഒരു ബോഡിയിലേക്കും മൈൻഡിലേക്കും കൊണ്ടുവരുന്നത്. അതൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് ആണെങ്കിലും ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണെങ്കിലും ബ്രെയിനിനൊരു സേഫ്റ്റിയുടെ സിമ്പിൾ ഉണ്ട്. പക്ഷെ ആ കൺസിസ്റ്റൻസി തീർന്നാൽ പിന്നെ ഹൈപ്പർ അറോസലായിട്ട് തുടങ്ങും. മൈൻഡ് റിലാക്സ്ഡ് ആവാനായിട്ട് സാധിക്കില്ല, ബോഡി അലേർട്ടായിട്ട് കാത്തു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ വളരെ കൂടും, ആൻസൈറ്റി കൂടും, ഉറങ്ങാൻ പറ്റാത്ത രാത്രികളുണ്ടാകും, ഭയങ്കര ടയേർഡായിട്ട് തോന്നും. ചില ശബ്ദങ്ങൾ പോലും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും. 2022 സൈക്കോളജിയിൽ വന്നൊരു പഠനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഗ്രീഫ്സ് മാത്രമല്ല ഉണ്ടാവുന്നത്, നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ആ വ്യക്തിയുടെ പ്രസൻസിൻ്റെ ഒപ്പം കുറച്ച് ഇമോഷണൽ സേഫ്റ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇത്തരം മെസ്സേജസ് ആയിരിക്കാം, ചില ഇടപെടലുകളായിരിക്കാം. ഇതിനൊക്കെ, ഈ റിതമിനൊക്കെ റപ്ചർ പറ്റുമ്പോൾ ബോഡിക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ബോഡി ആൻഷ്യസ് ആവാറുണ്ട്. കാരണം ഇത്തരം മെസ്സേജസുകളെല്ലാം വെറും ഒരു മെസ്സേജ് ആയിരുന്നില്ല, അതുണ്ടാക്കിയിരുന്നത് സെൻസ് ഓഫ് കെയർ ആയിരുന്നു. ഞാൻ നിന്നെ ഓർക്കുന്നു, ഞാൻ നിനക്കൊരു സ്ഥാനം നൽകുന്നുണ്ട്, നീ ഒരു സേഫാണ് എന്നുള്ളതൊക്കെ ഒരു ഉറപ്പാക്കുന്ന ചില കാര്യങ്ങൾ. അതിൽ നമ്മൾ ഓവറായിട്ട് ഡിപ്പെൻഡഡ് ആയി പോകുമ്പോൾ, അതില്ലാതെയാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചെടുക്കാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. പക്ഷേ ഹീലിംഗ് എങ്ങനെ നടക്കുന്നു എന്ന് തോന്നിയാൽ കൺസിസ്റ്റൻറ്റിൽ നിന്ന് പുറത്ത് വന്ന് അതുപോലെ തന്നെ അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മളെ തന്നെ നോക്കാനായിട്ട് സാധിക്കണം. സേ ടു യുവർ സെൽഫ്, ഗുഡ് നൈറ്റ്, യു ആർ സേഫ്, യു ആർ ലവ്ഡ്. നമ്മൾ നമ്മളെ തന്നെ വീണ്ടെടുക്കുമ്പോൾ, ഒരു സേഫ് സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ബി കൈൻഡ് ടു യുവർ സെൽഫ്.